നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ട വാർത്തകൾ. നമസ്കാരം. നാളെ ജനുവരി 23 കയ്യക്ഷരത്തിൻ്റെ ദിവസമാണ്. കയ്യക്ഷരങ്ങളിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കയ്യക്ഷരങ്ങൾ പലതുമുണ്ട്. നന്നായിട്ട് എഴുതുന്നവർ, വളരെ മോശമായിട്ട് എഴുതുന്നവരുണ്ട്. പല വലിയ മനുഷ്യരുടെയും കയ്യക്ഷരങ്ങൾ കണ്ടാൽ വളരെ മോശപ്പെട്ടതാണ്. പക്ഷേ വളരെ ദുഷ്ടന്മാരുടെ കയ്യക്ഷരം കണ്ടാൽ വളരെ മനോഹരവുമാണ്. പക്ഷേ കയ്യക്ഷരത്തിനൊരു ശാസ്ത്രമുണ്ട്, കയ്യക്ഷരത്തിന് കുറച്ച് രീതികളുണ്ട്. കയ്യക്ഷരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നാളത്തെ ദിവസത്തിൽ അറിയാം. ഒപ്പം മറ്റു ചില വിശേഷങ്ങൾ കൂടിയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ കാൽപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ലോകത്തെ, നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കി തീർത്തതിൽ ഒരു ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ച നല്ല മനുഷ്യർ, സാധാരണക്കാരും അസാധാരണക്കാരായ മനുഷ്യരെ പരിചയപ്പെടുന്ന പങ്ക്തിയാണിത്. കാൽപ്പാടുകൾ കാണാം. നാളെ ജനുവരി 23 ദേശീയ കയ്യക്ഷര ദിനമാണ്. ദേശസ്നേഹ ദിനം കൂടിയാണിന്ന്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ആലങ്കാരിക ഒപ്പിലൂടെ ശ്രദ്ധേയനായ ജോൺ ഹാൻകോക്ക് ജന്മദിനം. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ കയ്യക്ഷര ദിനമായി ആചരിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനം ദേശസ്നേഹ ദിനമായി ആചരിക്കുന്നു. INA മ്യൂസിയം മണിപ്പൂരിലെ മൊയാങ്ക്രിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സർ റിയലിസ്റ്റിക് ചിത്രകാരനായ സാൽവദേർ ദാലി ചരമദിനം. കവിയും കഥാകാരനും ചിന്തകനുമായിരുന്ന M. ഗോവിന്ദൻ ചരമദിനം. കേരളത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ കൊച്ചിയിലെ വിജയ ക്ലിനിക്കിൽ പിറന്നു. സാഹിത്യകാരൻ G. വിവേകാനന്ദൻ ചരമദിനം. തോൽപ്പാവക്കൂത്തിന്റെ ആചാര്യൻ KN കൃഷ്ണൻകുട്ടി പുലവർ അന്തരിച്ചു. മഞ്ചേരിയിൽ ആകാശവാണിയുടെ FM നിലയം പ്രവർത്തനം ആരംഭിച്ചു. 2006 ഇത് ആരംഭിച്ചത്. കാസ്റ്റിംഗ് വോട്ടിങ്ങിലൂടെ കേരള നിയമസഭയിൽ ചരിത്രം രചിച്ച സ്പീക്കർ AC ജോസ് ചരമദിനം. നിങ്ങൾക്ക് നല്ല കയ്യക്ഷരമുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യക്ഷരം നിങ്ങൾ അസൂയയോടെ നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യക്ഷരം പരിശീലിക്കുന്നത് എന്നത്തേക്കാളും ഇപ്പോൾ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ ആശയവിനിമയത്തിന്റെ ഒരു രൂപമായി ഇത് വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന ഈ ഒരു ലോകത്ത്. കമ്പ്യൂട്ടർ കീബോർഡുകൾ പുതിയ എഴുത്ത് രീതി ആയതിനാൽ പഴയ നല്ല പേനയും പേപ്പർ രീതിയും നമ്മൾ പലപ്പോഴും മറക്കുന്നു. പേന പേപ്പറിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഈ ദിവസം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കമ്പ്യൂട്ടറുകളുടെയും ഇലക്ട്രോണിക്സിന്റെയും ഒരു തലമുറയിൽ കൈയക്ഷരത്തിന്റെ പ്രാധാന്യം മറക്കാതിരിക്കേണ്ടത് പ്രധാനമാണ്. സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത് അവസാനിച്ചാൽ ഈ ആശയവിനിമയ രീതിയെ നമ്മൾ എത്രമാത്രം ആശ്രയിക്കും? നിങ്ങൾ പ്രായപൂർത്തിയായവരോ കുട്ടിയോ ആകട്ടെ, നിങ്ങളുടെ കൈയക്ഷര കഴിവുകൾ പരിശീലിക്കാൻ ഈ ദിവസം നിങ്ങൾക്ക് അവസരം നൽകുന്നു. ദേശീയ കൈയക്ഷര ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1977 ദേശീയ കൈയക്ഷര ദിനം കണ്ടുപിടിച്ചത് കൈയെഴുത്ത് കല ഒരു വൈദഗ്ധ്യം പോലെ നഷ്ടപ്പെടുന്നതായി അധ്യാപകർക്ക് തോന്നിയപ്പോഴാണ്. റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആണ് ഇതിന് മുൻകൈ എടുത്തത്. എല്ലാവരും ഈ ദിവസം ആഘോഷിക്കുന്നില്ലെങ്കിലും അതിപ്പോൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കൈയക്ഷരകല BC 3400 മെസപ്പൊട്ടോമിയയിൽ കണ്ടുപിടിച്ചതാണ്. അവിടെ അവർ ഒരു കളിമൺ ഫലകത്തിൽ ക്യൂണിഫോം എഴുതുന്നു. അവിടെ നിന്ന് എഴുത്തിന്റെ കല ഈജിപ്തിലേക്കും പിന്നീട് റോമിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും വ്യാപിച്ചു. യൂറോപ്പിലുടനീളം കൈയക്ഷരം വ്യാപിച്ചപ്പോൾ രാജകുടുംബങ്ങൾ മാത്രമേ ശരിയായി എഴുതാൻ പഠിച്ചിരുന്നുള്ളൂ എന്നതിനാൽ നല്ല എഴുത്ത് കഴിവുകൾ പദവിയുടെ അടയാളമായി മാറി. 1700-കളിൽ എഴുത്തുകാരെ പരിശീലിപ്പിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ കൈയക്ഷര തൂലിക സ്കൂളുകൾ സ്ഥാപിച്ചു. ചരിത്രത്തിൽ നിന്ന് ചരിത്രാതീതത്തെ വേർതിരിക്കുന്ന ഘടകമായ എഴുത്ത് മനുഷ്യ നാഗരികതയെ ഉയർത്തുകയും വലിയ തോതിൽ ആശയവിനിമയം നടത്താനും വ്യാപാരം നടത്താനും നമ്മെ അനുവദിക്കുന്ന ഒരു പ്രധാന കഴിവാണ്. എഴുത്ത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും രേഖപ്പെടുത്താൻ മാത്രമല്ല, കൂടുതൽ നിർണായകമായി ആദ്യകാല സമൂഹങ്ങളുടെ വികസനത്തിന് ഇടപാടുകൾ രേഖപ്പെടുത്താനും ഇനങ്ങൾ എണ്ണാനും ഭാവി ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ കൈമാറാനും ഇതൊരു വഴി നൽകുന്നു. എഴുത്തിന്റെ യഥാർത്ഥ ഉത്ഭവം അവ്യക്തമാണ്. പക്ഷേ ഇത് പുരാതന ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും സ്വതന്ത്രമായി ഉടലെടുത്തതായി നമുക്കറിയാം. അമേരിക്ക മുതൽ ചൈന, ഇന്ത്യ, മെസപ്പൊട്ടോമിയ വരെ BC 3400 മുതൽ അറിയപ്പെടുന്ന ഏറ്റവും പഴയ രചനകൾ ഇന്നത്തെ ഇറാഖിൽ നിന്നാണ്. ക്യൂണിഫോം എന്നറിയപ്പെടുന്ന സുമേറിയൻ ഭാഷയുടെ ശബ്ദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സങ്കീർണമായ പ്രതീകങ്ങൾ ഉപയോഗിച്ച് പിന്നീട് ചിത്രചിഹ്നങ്ങൾ മാറ്റി സ്ഥാപിച്ചു. എഴുത്ത് സംവിധാനങ്ങൾ അവയുടെ നിർമ്മാണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
ചിലർ ചിത്രപരമായ പ്രതീകാത്മകതയെ ആശ്രയിക്കുന്നു. മറ്റുള്ളവർ പ്രതീകങ്ങളെ സംയോജിപ്പിച്ച് പുതിയ അർത്ഥങ്ങൾ രൂപപ്പെടുത്തുന്നു. ചിലർ പൂർണ്ണവാക്യങ്ങളും അർത്ഥത്തിന്റെ ആഴവും സൃഷ്ടിക്കാൻ വ്യാകരണ ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. അക്ഷരമാല അടിസ്ഥാനമാക്കിയുള്ള എഴുത്ത് സംവിധാനങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ശബ്ദങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. അതേസമയം സെമന്റോഫോണറ്റിക് എഴുത്ത് സംവിധാനങ്ങൾക്ക് ശബ്ദങ്ങളെയും അർത്ഥങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളുണ്ട്. യൂട്ടിലിറ്റി, റെക്കോർഡ് കീപ്പിംഗ്, കത്തിടപാടുകൾ, സാഹിത്യം, കല എന്നിവയിൽ കൈയക്ഷരത്തിന് നിരവധി ഉദ്ദേശങ്ങളുണ്ട്. അലങ്കാര അക്ഷരങ്ങളുടെ കലയായ കാലിഗ്രാഫി എഴുത്തിനെ വിശിഷ്ടമായ ഒരു കലാരൂപത്തിലേക്ക് ഉയർത്തുന്നു. പരമ്പരാഗത കാലിഗ്രാഫിയുടെ ഉദാഹരണങ്ങളിൽ പുരാതന ചൈനീസ് വെങ്കല പാത്രങ്ങൾ, മായൻ ഹൈറോഗ്ലിഫുകൾ, പടിഞ്ഞാറൻ യൂറോപ്യൻ പ്രകാശിതമായ കൈയെഴുത്തു പ്രതികൾ, ഇസ്ലാമിക മസ്ജിദ് ലിഖിതങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെല്ലാം റെക്കോർഡ് ചെയ്യുന്ന പ്രവണതയുണ്ടെങ്കിലും ടൈപ്പിംഗ് നൽകാത്ത നേട്ടങ്ങൾ കൈകൊണ്ട് എഴുതുന്നതിന് ഉണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. കൈകൊണ്ട് എഴുതുന്നത് ഫോക്കസ് മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ടൈപ്പ് ചെയ്തതോ ഇമെയിലിൽ അയച്ചതോ ആയ കത്തിടപാടുകളേക്കാൾ കൂടുതൽ ഭാരം കൈയക്ഷരക്കുറിപ്പോ കത്തിനോ ഉണ്ടെന്ന് പരാമർശിക്കേണ്ടതില്ല. ഒരു കത്ത്, ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എന്നിവ കൈകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അപ്പോൾ വ്യത്യാസം മനസ്സിലാകും. കൈയക്ഷര ശൈലികളെക്കുറിച്ച് കൂടുതൽ അറിയാം. കൈയക്ഷരത്തിന് നിരവധി ശൈലികളുണ്ടെങ്കിലും 3 പ്രധാന വിഭാഗങ്ങളുണ്ട്. കർസീവ്, പ്രിന്റ് റൈറ്റിംഗ്, ഡി നീലിയൻ എന്നിവയാണ് ഇവ. പ്രിന്റ് സാധാരണ പെൻമാൻഷിപ്പാണ്. അതേസമയം കർസീവ് ഒരു ഫാൻസിയർ സിഗ്നേച്ചർ ശൈലിയിലുള്ള ഫോണ്ടാണ്. കർസീവ് പഠിപ്പിക്കുന്നതിനുള്ള ഒരു സാധാരണ മാർഗമാണ് ഡി നീലിയൻ കൈയക്ഷരം. വലിയ വരകളുള്ള പേപ്പറിൽ നിങ്ങളുടെ കത്തുകൾ ഓരോന്നായി എഴുതുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി നീലിയൻ എഴുത്തും പരിശീലിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള കൈയക്ഷരം സ്വന്തമാക്കുന്നതിന് പിന്തുടരേണ്ട 12 വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. രേഖയുടെ ഗുണമേന്മ, അകലം, വലിപ്പം, സ്ഥിരത, പേന ലിഫ്റ്റുകൾ, കണക്റ്റിംഗ് സ്ട്രോക്കുകൾ, പൂർണ്ണ അക്ഷരങ്ങൾ, കട്സീവ് വേഴ്സസ് പ്രിന്റ്, പേന പ്രഷർ, സ്ലാന്റ്, ബേസ് ലൈനുകൾ, അലങ്കാരങ്ങൾ, പ്ലേസ്മെന്റുകൾ എന്നിവയാണ് എഴുത്തിന്റെ ഈ സവിശേഷതകൾ. പലരും ഈ തത്വങ്ങൾ കർശനമായി പാലിക്കുന്നില്ല, പക്ഷേ അവ കൈയക്ഷര പഠനങ്ങളിൽ ഉപയോഗിക്കുന്നു. ഒരു വ്യക്തി ഇടതു കയ്യനോ വലം കയ്യനോ എന്ന് അവരുടെ കൈയക്ഷരം ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ ഒരു മാർഗവുമില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. പകരം കൈയക്ഷരം പലപ്പോഴും പല ശാരീരിക ഘടനകളാൽ നിർണ്ണയിക്കപ്പെടുന്നു. കൈകളിലെ അസ്ഥികളുടെ ഘടന, കണ്ണുകളുടെ ഏകോപനം, മസിൽ മെമ്മറി, മാനസിക കഴിവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇല്ല, മോശം കൈയക്ഷരം ജനിതകമല്ല. എന്നിരുന്നാലും നിങ്ങൾ എത്ര നന്നായി എഴുതുമെന്ന് ചില ജീനുകൾക്ക് നിർണ്ണയിക്കാനാകും. കമ്പ്യൂട്ടറിലും ഫോണിലുമല്ലാതെ ഇന്ന് നമുക്ക് പെൻസിലോ പേനയോ എടുത്ത് പേപ്പറിൽ 2 വഴി എഴുതാം. ആ അമ്മ, മാ മലയാളം, കാ കൈയക്ഷരം. ചില കാൽപ്പാടുകൾ വളരെയധികം മനോഹാരിതയുള്ളവയാണ്, മാധുര്യമുള്ളവയാണ്. അത്തരമൊരു കാൽപ്പാടിനുടമയായിരുന്നു പി പത്മരാജൻ. മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ മേഖലകളിലെല്ലാം പ്രശസ്തനായിരുന്നു പി പത്മരാജൻ. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ ജനിച്ചു. തുണ്ടത്തിൽ അനന്തപത്മനാഭ പിള്ളയുടെയും ഞവരയ്ക്കൽ ദേവകി അമ്മയുടെയും 6ാമത്തെ മകനാണ്. മുതുകുളം സ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. തിരുവനന്തപുരത്തെ MG കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം കരസ്ഥമാക്കി. മുതുകുളം അച്യുതവാര്യരുടെ അടുത്തു നിന്നും സംസ്കൃതം പഠിച്ചു. വഞ്ചന, കൊലപാതകം, പ്രണയം, നിഗൂഢത, അഭിനിവേശം, അസൂയ, സ്വാതന്ത്ര്യവാദം, അരാജകത്വം, വ്യക്തിത്വം, സമൂഹത്തിൻ്റെ ബാഹ്യഘടകങ്ങളുടെ ജീവിതം എന്നിവ അദ്ദേഹത്തിൻ്റെ കഥകൾ കൈകാര്യം ചെയ്യുന്നു. അവയിൽ ചിലത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ചവയായി കണക്കാക്കപ്പെടുന്നു ഇന്നും. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ നക്ഷത്രങ്ങൾ കാവൽ, നക്ഷത്രങ്ങൾ മാത്രം സാക്ഷികളായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1972 നേടുകയുണ്ടായി. ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണം എന്ന ചിത്രത്തിലൂടെ തിരക്കഥ എഴുതിക്കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചു. പിന്നീട് അദ്ദേഹം സ്വന്തം തിരക്കഥകളെ അടിസ്ഥാനമാക്കി സിനിമകൾ സംവിധാനം ചെയ്യാൻ തുടങ്ങി. പെരുവഴിയമ്പലം, ദി സ്ട്രീറ്റ് ആൻഡ് എ ചൗൾട്രി മുതൽ സാധാരണക്കാർക്കും ബുദ്ധിജീവികൾക്കും ചലച്ചിത്ര നിരൂപകർക്കുമിടയിൽ വളരെയധികം പ്രചാരം നേടി. അതേസമയം കലാപരവും പ്രമേയപരവുമായ മൗലികതയിലും മികവിലും സമൃദ്ധി നിലനിർത്തി.
തൻ്റെ കൃതികളിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളും പരിവേഷണം ചെയ്ത മികച്ച പരീക്ഷണക്കാരനായിരുന്നു പത്മരാജൻ. തൂവാനത്തുമ്പികളിലെ ദേശാടനക്കിളികൾ കരയാറില്ല എന്ന 2 സ്കൂൾ പെൺകുട്ടികൾ തമ്മിലുള്ള സൗഹൃദം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ അസാധാരണമായ ക്ലൈമാക്സ്, ഓടറിയത്തൊരു ഫയൽവാൻ അവിടെയൊരു ഗുസ്തിക്കാരൻ ജീവിച്ചിരുന്നു എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ നാടകങ്ങളിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സവിശേഷതകളും വിഷയങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അദ്ദേഹത്തിൻ്റെ റൊമാൻസിസത്തിൻ്റെ അടയാളമാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സംവിധായക മികവ് അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ തിരക്കഥകളിൽ നിന്ന് എളുപ്പത്തിൽ ഒഴുകിയെത്തി. മറ്റാരുടെയെങ്കിലും തിരക്കഥയെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരിക്കലും ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടില്ല. ഭരതൻ, KG ജോർജ് എന്നിവരെ പോലെ താരതമ്യപ്പെടുത്താവുന്ന മറ്റു മലയാള ചലച്ചിത്ര സംവിധായകരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം തുടർന്നു. സ്വന്തമായല്ലാത്ത ഒരു കഥയിൽ നിന്ന് അപൂർവമായി മാത്രമേ തൻ്റെ തിരക്കഥ സ്വീകരിച്ചിട്ടുള്ളൂ. തൽഫലമായി തിരക്കഥയിലെ വൈദഗ്ധ്യത്തിനോടൊപ്പം തൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അസാധാരണമായ അടുത്ത അറിവുമുണ്ടായിരുന്നു. ഭരത് ഗോപി, കരമന ജനാർദ്ദനൻ, മോഹൻലാൽ, മമ്മൂട്ടി, റഹ്മാൻ, ജഗതി ശ്രീകുമാർ, സുരേഷ് ഗോപി, ശോഭന, സുമലത, തിലകൻ, നെടുമുടി വേണു തുടങ്ങി നിരവധി അഭിനേതാക്കളിൽ നിന്ന് അദ്ദേഹം തിളക്കമാർന്നതും പ്രചോദനം ഉൾക്കൊണ്ടതുമായ പ്രകടനങ്ങൾ നടത്തി. തീർച്ചയായും 3-ാം പക്കത്തിലെ തിലകൻ്റെ അവതരണം തെസ്പിയത്തിലെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു. ഭരതൻ, IV ശശി, മോഹൻ തുടങ്ങിയ മറ്റ് സംവിധായകരുടെ പ്രശസ്തി സ്ഥാപിക്കുന്നതിനും അദ്ദേഹം സഹായിച്ചു. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഭരതനുമായുള്ള സഹകരണം മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കൃതികൾ സൃഷ്ടിച്ചതായി കണക്കാക്കപ്പെടുന്നു. തോപ്പിൽ അജയൻ, പെരുന്തച്ചൻ, സുരേഷ് ഉണ്ണിത്താൻ, ജാതകം, രാധാമാധവം, ബ്ലെസ്സി, കാഴ്ച, തന്മാത്ര, പത്മരാജൻ്റെ ഓർമ്മ, ഭ്രമര എന്ന ചെറുകഥയെ ആസ്പദമാക്കി സ്വതന്ത്രമായ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തവരിൽ ഉൾപ്പെടുന്നു. കോഴിക്കോട്ടെ ഹോട്ടൽ പാരമൗണ്ട് ടവേഴ്സിൽ തൻ്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ കാണാൻ പോകുന്നതിനിടെയായിരുന്നു മരണം. ഞാൻ ഗന്ധർവൻ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേരളീയത്തെ ഞെട്ടിച്ചു, പരക്കി ദുഃഖിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നഷ്ടബോധം ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ആ കാൽപ്പാടുകൾ, മനോഹരമായ മാധനമുള്ള ആ കാൽപ്പാടുകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. തെക്ക് പടിഞ്ഞാറൻ ചൈനയിൽ മണ്ണിടിച്ചിൽ, 8 മരണം, 40ഓളം പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. കണ്ണീരുടങ്ങാതെ ഗസ, മരണം 4 ലക്ഷം കവിഞ്ഞു. ദൈവങ്ങളുടെ കുത്തക അവകാശം BJPക്കല്ല, രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് വേദനാജനകമെന്ന് KC വേണുഗോപാൽ. തമിഴ്നാട് സർക്കാർ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം തടഞ്ഞു. സുപ്രീം കോടതിയിൽ ഹർജിയുമായി BJP. ധീരനായ സ്വാതന്ത്ര്യസമര സേനാനി, സ്വാതന്ത്ര്യസമര പോരാളികളുടെ നെഞ്ചിൽ വെടിയുതിർത്തവർക്കൊപ്പം രാമനുണ്ടാകില്ലെന്ന് VD സതീശൻ. തുലാവർഷം പിൻവാങ്ങി, ചൂട് കനക്കുന്നു. അയൽപ്പക്ക വാർത്തകൾ. സ്വകാര്യത ഇഷ്ടപ്പെടുന്നവർ കേരളത്തിൽ വർദ്ധിക്കുന്നുവെന്ന് ഗണേശ് ഓലിക്കര. പേരയം പഞ്ചായത്തിന് ജെംസ് ഫൗണ്ടേഷൻ 1.75 ഏക്കർ ഭൂമി ദാനം ചെയ്തു. KPSTA കുണ്ടറ ഉപജില്ലാ സമ്മേളനം നടന്നു. ഗ്രന്ഥകൈരളിയിൽ കുമാരനാശാൻ്റെ ചരമ ശതാബ്ദി വാർഷികം ആചരിച്ചു. ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. കേരളത്തിൽ
സ്വകാര്യ നിമിഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് ഗണേശ് ഓലിയക്കര. ആധുനിക കാലത്ത് ഏകാന്തതയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും ഇത് സാമൂഹിക ദുരന്തങ്ങൾക്ക് കാരണമാവുകയാണെന്നും സീരിയൽ ചലച്ചിത്ര പ്രവർത്തകനും അവാർഡ് ജേതാവുമായ ഗണേഷ് ഓലിക്കര ചെറുമൂട് വിജയശ്രീ ആർട്സ് ക്ലബിന്റെ 67ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ലബ് പ്രസിഡന്റ് ബി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. ആർട്ട് ക്ലബിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിജയശ്രീ പാട്ടുകൂട്ടം അവതരിപ്പിച്ച ഗാനമേളയും ലഘുനാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പെരുമഴ ഗോപാലകൃഷ്ണപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ശിവൻ വേലിക്കാട്, ബി ശ്രീകുമാർ, സുമാ രാജേന്ദ്രൻ, ബി സന്തോഷ് കുമാർ, എസ് കിഷോർ, സെക്രട്ടറി സോമശേഖരൻ പിള്ള എന്നിവർ സംസാരിച്ചു. വിജയശ്രീ ആർട്സ് ക്ലബ് പിന്നിട്ട പാതകൾ രേഖപ്പെടുത്തിയ വീഡിയോ പ്രദർശനവും നടന്നു. സമാഹാരം 2014 ഉറുമ്പോളം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കലാകാരൻ എന്ന നിലയിൽ ജന്മനാട്ടിൽ 67 വർഷം പിന്നിട്ട ഒരു ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടകനായി നിൽക്കുമ്പോൾ മനസ്സ് അറിയാതെ ഒരു തിരിച്ചു നടത്തം നടക്കുകയാണ്. കാരണം സജീവമായി സക്രിയമായി യാത്ര തുടരുമ്പോൾ നമ്മൾ നേരത്തെ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം, വേണമെങ്കിൽ എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ പ്രൊഫഷണൽ കലാകാരന്മാരെ കൊണ്ട് അണിനിരത്താമായിരുന്നു. അവർക്ക് ചടങ്ങ് കഴിയുമ്പം ഒരു വലിയ അല്ലെങ്കിൽ തരക്കേടില്ലാത്ത ഒരു തുക നൽകി റെസ്റ്റോറന്റ്, കുറ്റിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുറ്റിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. ജെയിംസ് ഫൗണ്ടേഷൻ പേരയം ഗ്രാമപഞ്ചായത്തിന് 1.75 ഏക്കർ ഭൂമി കൈമാറി. പേരയം പഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 1.75 ഏക്കർ ഭൂമി തിരുവനന്തപുരം ആസ്ഥാനമായ സന്നദ്ധ സംഘടനയായ ജെയിംസ് ഫൗണ്ടേഷൻ സൗജന്യമായി നൽകി. കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ നിരന്തര ശ്രമത്തെ തുടർന്നാണ് എല്ലാ നിയമ നടപടികളും പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. 1995 പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് വക പൊതുമാർക്കറ്റ് സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ ഭൂമി വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ചന്ത മാറ്റി സ്ഥാപിക്കുന്നതിലെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. ഈ ഭൂമി പിന്നീട് ജെയിംസ് ഫൗണ്ടേഷൻ അതേ വ്യക്തിയിൽ നിന്നും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിന് വിട്ടു നൽകിയ ഭൂമിയോട് ചേർന്ന് ജെയിംസ് ഫൗണ്ടേഷനിൽ നിന്നും 2 സെന്റ് ഭൂമി വീതം ലഭിച്ച 6 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവർക്ക് 1 സെന്റ് വീതം അധികമായി നൽകാനും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ വീട് വെച്ച് നൽകുന്നതിനും പദ്ധതി തയ്യാറാക്കും. ആദ്യ വീട് വെച്ച് നൽകാൻ കുമ്പളം വലിയവിള ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് ലഭിച്ച ഭൂമിയിൽ പഞ്ചായത്ത് വക ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ തുക പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് PC വിഷ്ണുനാഥ് MLA ഉറപ്പു നൽകിയിട്ടുണ്ട്. പേരയം ആയുർവേദ ആശുപത്രി, അംഗനവാടി കെട്ടിടം, കുടുംബാരോഗ്യ ഉപകേന്ദ്രം എന്നിവ ഇവിടെ ആരംഭിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതായും ഔദ്യോഗികമായി ഭൂമി ഏറ്റെടുക്കൽ ചടങ്ങും ജെയിംസ് ഫൗണ്ടേഷൻ ഭാരവാഹികളെ ആദരിക്കൽ ചടങ്ങും അടുത്ത മാസം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര അറിയിച്ചു. കുണ്ടറയിലെ വാർത്താ ചാനൽ രംഗത്ത് വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന നാട്ടുവട്ടം വാർത്തകൾ എന്ന നാമധേയത്തിലുള്ള ഈ വാർത്താ ചാനലിൻ്റെ 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ
എല്ലാ വിഷയങ്ങളിലും വളരെ സജീവമായി ഇടപെടുകയും നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുമലകയായി ഈ വാർത്താ ചാനൽ കഴിഞ്ഞ 3 വർഷം വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകർക്കും ഈ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KPSTA കുണ്ടറ ഉപജില്ലാ സമ്മേളനം നടന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കുണ്ടറ ഉപജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം Y നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് S അസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. VN പ്രേംനാഥ് സ്മാരക വിദ്യാഭ്യാസ അവാർഡുകൾ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PO പാപ്പച്ചൻ വിതരണം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പരവൂർ സജീവ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി S ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ സെക്രട്ടറി ഷെർലി കോശി, സംസ്ഥാന HM ഫോറം കൺവീനർ PK സാബു, A സുനിൽകുമാർ, MP ശ്രീകുമാർ, S ജിഷ, S ശ്രീകാന്ത്, S ശ്രീകുമാർ, നീതുമോൾ, ബിനോയ് R കൽപ്പകം, S പ്രശാന്ത്, S ഷഹീർ, ദിനിൽ മുരളി എന്നിവർ സംസാരിച്ചു. ചന്ദനത്തോപ്പ് ITI ജില്ലയിലെ ആദ്യ ഗ്രീൻ ക്യാമ്പസ് ആകാൻ ശ്രമം. മാലിന്യ സംസ്കരണത്തിന്റെ ശാസ്ത്രീയ മാതൃകകൾ നടപ്പിലാക്കി ചന്ദനത്തോപ്പ് ITI ജില്ലയിലെ ആദ്യ ഗ്രീൻ ക്യാമ്പസ് പദവിയിലേക്ക് ഉയരുന്നു. മാലിന്യ സംസ്കരണത്തിന് നൂതന മാർഗങ്ങൾ പ്രവർത്തിപ്പിച്ച് മാലിന്യം ജൈവവളമാക്കി വ്യാവസായികാടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഉറവിട മാലിന്യ സംസ്കരണത്തിലെ തുമ്പൂർമുഴി മോഡൽ ക്യാമ്പസിൽ പ്രവർത്തിച്ചു തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മെയ്ഡ് ഇൻ പെർനാട് എന്ന ബ്രാൻഡ് ജീവവളം ഉടൻ തന്നെ മാർക്കറ്റിലെത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അറിയിച്ചു. പ്രിൻസിപ്പൽ സജീവ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ജാഫി മജീദ്, പഞ്ചായത്ത് അംഗങ്ങളായ വിജയലക്ഷ്മി, ഫ്രീഡ സെബാസ്റ്റ്യൻ, ബിന്ദുമോൾ, ശോഭന അർജുനൻ, വൈസ് പ്രിൻസിപ്പൽ ഷാജഹാൻ, അധ്യാപകരായ മനോജ്, സുരേഷ്, AS ജ്യോതി ശ്രീകുമാർ, HI ജയകൃഷ്ണൻ, IRTC കോർഡിനേറ്റർ സൂര്യ, ഹരിതമിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. മിഷൻ്റെ സ്റ്റാഫ്, IRTCയുടെ സ്റ്റാഫ്, അതുപോലെ കുട്ടികളെ എന്തായിരുന്നു സാർ അത് കിട്ടുകയും അവരാ മെയിൻ ആൾക്കാർ. അപ്പം നമുക്കറിയാം ഇവിടെ IT ഉള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ആൾക്കാർ വന്ന് വേസ്റ്റുകൾ ഇടുന്നത്, അതുപോലെ പൊതുസ്ഥലങ്ങളിൽ എവിടെ ആയാലും പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റുള്ള ആൾക്കാർ വന്ന് ഇടുന്നുണ്ട്, വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ വൃത്തിയുള്ള ഒരു കേരളം പല ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഹരിതകർമ്മസേന അംഗങ്ങൾ വീട്ടിൽ ചെന്ന് ശേഖരിച്ച് അത് തരം തിരിച്ച് കേരള കമ്പനിക്ക് കൈമാറുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ ലിക്വിഡ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനുവേണ്ടിയെല്ലാം ഓരോരോ സംവിധാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം MCF ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഒരു 6 എല്ലാ അടുത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് പഞ്ചായത്ത് മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റുണ്ട് ഫാഷൻ ടെക്നോളജി വെല്ലിമൺ ഭാഗത്ത്, അതുപോലെ ITA, ഇങ്ങനെ 6 സ്ഥലത്ത് ഇപ്പം പ്രവർത്തന സജ്ജമായി ഇരിക്കുകയാണ്. ITയിലെ ഫുഡ് വേസ്റ്റുകൾ ഇവിടെ തന്നെ മാനേജ് ചെയ്ത് അതിനെ വളമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് തുമ്പൂർമുഴിയുടെ. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു തുമ്പൂർമുഴിയുണ്ട്. പൊതു സ്ഥലങ്ങളിൽ നടക്കുന്ന ഓരോ ഒക്കേഷനുകൾ, കല്യാണമായാലും വന്ന കഴിഞ്ഞുള്ള ചടങ്ങുകളായാലും ചെറിയ ചെറിയ പാർട്ടി ആയാലും അവിടെ നിന്നൊക്കെ ഫുഡ് വേസ്റ്റ് എല്ലാം ശേഖരിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവന്ന ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു പൊയ് പറഞ്ഞാലും പൊരുത്തമായിരിക്കണം, സംസാരിക്കുന്നത് യുക്തിഭദ്രമായിരിക്കണം, കള്ളം പറയുന്നതിനും ചേർച്ചയുണ്ടായിരിക്കണം. പുതിയ തലമുറയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം LED യുഗമാണ്. നല്ല തൂവെള്ള പ്രകാശം പരത്തുന്ന വിളക്കുകളാണ്. അത് വളഞ്ഞതുണ്ട്, ചരിഞ്ഞതുണ്ട്, ഫാനിൻ്റെ ആകൃതിയിലുള്ളതുണ്ട്, വൃത്താകൃതിയിലുള്ളതുണ്ട്, പല തരത്തിലുണ്ട്. പക്ഷേ നേരത്തെ ബൾബുകൾ
പ്രത്യേകിച്ച് ഫിലമെൻ്റ് ബൾബുകളാണ് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. വോൾട്ടേജ് കുറഞ്ഞാൽ ഇങ്ങനെ മിന്നാമിനും പോലെ മിന്നി നിൽക്കും. നന്നായിട്ട് വോൾട്ടേജ് വന്നാൽ നന്നായിട്ട് കത്തും. മഴയത്ത് നിന്നാൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് പൊട്ടിപ്പോവും. അറിയാതെ നമ്മളെ കാണാം അത് തൊട്ടാൽ നമ്മുടെ കൈ പൊള്ളും. പക്ഷേ LED ലാമ്പുകളിൽ അങ്ങനെ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? LED ലാമ്പുകളും ഫിലമെൻ്റ് ലാമ്പുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് അതൊന്ന് നോക്കാം. പഴയ തലമുറ ബൾബുകൾ ഉരുമാറ്റുമ്പോൾ കൈ പൊള്ളിയിട്ടുള്ളവരാണ്. ഫിലമെന്റ് ബൾബുകൾ ഇന്ന് വിരളമാണ്. അവ കത്തുമ്പോൾ നല്ല ചൂടാണ്. ടേബിൾ ലാമ്പ് കത്തിച്ചു വെച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് കാണപ്പെടുന്ന ഫ്ലൂറസൻ ട്യൂബുകൾക്കും ഇപ്പോഴത്തെ LED ലാമ്പുകളും കത്തിക്കുമ്പോൾ ചൂടാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? സാധാരണ വൈദ്യുത ബൾബിൽ ചുട്ടുപഴുത്ത ടങ്സ്റ്റൺ ലോഹതന്തു അല്ലെങ്കിൽ ഫിലമെന്റ് ആണ് പ്രകാശം നൽകുന്നത്. 2500 ഡിഗ്രിയിലും അല്പം ഉയർന്ന താപനിലയിൽ ഈ തന്തു തൃപ്തികരമായ വെളുത്ത വെളിച്ചം തരുന്നു. എന്നാൽ ഇത്രയും ഉയർന്ന ചൂട് നമുക്ക് ബൾബിന് പുറത്ത് അനുഭവപ്പെടാറില്ല. ഇതിന് കാരണം താപം ചാലനം ചെയ്യാത്ത നൈട്രജൻ, ആർഗൺ പോലുള്ള നിഷ്ക്രിയ വാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്നതാണ്. ഈ നിഷ്ക്രിയ വാതകങ്ങൾ ഫിലമെന്റ് വേഗം ഓക്സീകരിച്ച് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അതിൽ ഉളവാകുന്ന ചൂട് പുറത്തേക്ക് കൈമാറി വെളുത്ത പ്രകാശം നൽകാൻ പറ്റാത്ത വിധം തണുത്തു പോകാതെ നോക്കാനും സഹായിക്കുന്നു. ഫ്ലൂറസൻ വിളക്കുകളിൽ നടക്കുന്ന പ്രക്രിയ ഇത്തരത്തിലുള്ളതല്ല. ട്യൂബിൽ രണ്ടറ്റത്തുമായി 2 തന്തുക്കളുണ്ട്. ട്യൂബ് ഓൺ ചെയ്താൽ ഫിലമെന്റ് അല്പം ചൂടായി ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാകുന്നു. ട്യൂബിൽ അല്പം രസബാഷ്പം നിറച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകൾ രസബാഷ്പത്തിന്റെ ആറ്റങ്ങളുമായി കൂട്ടിമുട്ടും. അപ്പോൾ മുഖ്യമായും നമുക്ക് കാണാൻ കഴിയാത്ത അൾട്രാവയലറ്റ് രശ്മികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ട്യൂബിനകത്തെ വെളുത്ത ഫ്ലൂറസൻ ലേപനം അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് വെളുത്ത പ്രകാശം നൽകുന്ന ഒന്നാണ്. ഈ പ്രക്രിയയ്ക്ക് ചൂട് ആവശ്യമില്ല. തേപ്പിന്റെ രാസഘടനയ്ക്ക് അനുസരിച്ച് പ്രകാശത്തിന്റെ നിറം മാറ്റാൻ കഴിയും. വികിരണങ്ങൾക്ക് സംഭവിക്കുന്ന ഈ ഇരട്ട പരിവർത്തനമാണ് ട്യൂബ് ലൈറ്റിൽ നിന്ന് അതേ ശക്തിയുള്ള ബൾബിനേക്കാൾ 3 ഇരട്ടിയിലധികം പ്രകാശം നൽകുന്നതും അതേസമയം ട്യൂബ് വളരെയധികം ചൂടാകുന്നില്ലെന്നതും ഇതിന്റെ മേന്മയാണ്. എന്നാൽ വൈദ്യുതി പ്രവാഹത്തിന്റെ ആവൃത്തിക്കനുസരിച്ച് ട്യൂബ് കെടുകയും തെളിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആയതിനാലാണ് നമ്മുടെ ട്യൂബ് ലൈറ്റുകൾ സെക്കൻഡിൽ 50 തവണ കെടുകയും തെളിയുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന 2ാമത് ഇന്റർനാഷണൽ ആയുഷ് കോൺഫറൻസിൽ പ്രശംസ നേടി ഇന്ത്യയിൽ നിന്നുള്ള യുവ ഡോക്ടർ. കുണ്ട്ര ശ്രീശൈലത്തിൽ ഡി പ്രസന്നന്റെയും സീനയുടെയും മകൾ ഡോക്ടർ PS നന്ദയാണ് കോൺഫറൻസിൽ ശ്രദ്ധേയമായ പ്രബന്ധം അവതരിപ്പിച്ചത്. തൈറോയിഡ് മൂലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തെ ഹോമിയോ ചികിത്സയിലൂടെ എങ്ങനെ ഭേദമാക്കാം എന്ന കണ്ടെത്തലാണ് ലോകരാഷ്ട്രങ്ങളിലെ ആയുഷ് പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പ്രശംസ നേടിയത്. ചെറുമൂട് ഗ്രന്ഥകേരളിയിൽ കുമാരനാശാൻ ചരമ ശതാബ്ദി ആചരിച്ചു. ചെറുമൂട് ഗ്രന്ഥകേരളി ലൈബ്രറിയുടെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി കുമാരനാശാൻ അനുസ്മരണം നടത്തി. റിട്ടയർഡ് പ്രിൻസിപ്പൽ T. യേശുദാസൻ ഉദ്ഘാടനം ചെയ്തു. ശിവൻ വേലിക്കാട് അധ്യക്ഷത വഹിച്ചു. T. ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മിനി റിജു ആശാൻ കവിതകളെ പരിചയപ്പെടുത്തി. B. മോഹനചന്ദ്രപിള്ള, കാർത്തിക് കൃഷ്ണ, G. തുളസീധരൻ പിള്ള, അരുൺ J. K. അജയൻ എന്നിവർ സംസാരിച്ചു. രാജരാജവർമ്മ നൽകിയ ഒരു ഖണ്ഡകാവ്യമാണ് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ. അന്ന് മഹാകവിയുടെ മഹാകവിയാണ് അതിൻ്റെ സവർണന്റെ ഇടയിലാണ്. ഈ നളിനിക്ക് ആദ്യം എഴുതി കൊടുത്ത അവതാരി എഴുതിയത് പിന്നെ രാജരാജവർമ്മയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പളാണ്. മലയാളത്തിൻ്റെ ഹെഡാണ്. മലയാളത്തിലെ ഹെഡാകുന്നുണ്ട്. അദ്ദേഹം മലയാളം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളൊന്നുമില്ല, വ്യാകരണ പുസ്തകങ്ങളൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് ഭാഷാഭൂഷണവും വൃത്തമഞ്ജരിയും പിന്നെ അലങ്കാരങ്ങളുടെ കേരളപാണിനിയും ഭാഷാഭൂഷണവും വൃത്തമഞ്ജരി എന്നിങ്ങനെയുള്ള ഭാഷയിലേക്കുള്ള ഈ കാലക്കേട് വരുമ്പോൾ ശീലക്കേട്.
നിർഭാഗ്യം വരുമ്പോൾ രോഗം പിടിപെടുക. നമ്മൾ ജീവിക്കുന്നത് ഒരു കെട്ടകാലത്തിലാണ്. ലോകത്തെ, സ്നേഹത്തെ, സാഹോദര്യത്തെ, നന്മയെ ജീവിതത്തിൽ പുലരണം എന്നാഗ്രഹിക്കുന്ന ഏതു സാധാരണക്കാരനും ഈ കാലം വളരെ ഭീതി പരത്തുന്നതാണ്. ഭയത്തിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മളുടേത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സ്വകാര്യമായിരിക്കേണ്ട ജാതി മത ചിന്തകൾ ഒക്കെ, ഭക്തി ഒക്കെ ഭക്തിയിൽ നിന്ന് വർഗീയതയിലേക്കും, വർഗീയതയിൽ നിന്ന് വർഗീയത ഭീകരതയിലേക്ക് മാറുന്ന കാഴ്ച. ഒരു വിഭാഗം മതവിഭാഗം വർഗീയതയിലേക്ക് പോകുമ്പോൾ അതിനെ തുണയ്ക്കാനായി ഭരണകൂടങ്ങൾ ഉണ്ടാകുന്നത് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതം അതിൽ നിന്ന് മുക്തമാണ്. ജാതി ചിന്തകൾ നമ്മളെ എങ്ങനെ കലുഷിതമാക്കി മനുഷ്യരാക്കി മാറ്റുന്നു. നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം പങ്ക്തിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നത്തെ ഒരു കുറിപ്പ് ഇന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ എന്ന മതേതര രാഷ്ട്രം ഒരു ദിവസം പൊട്ടിത്തെറിക്കുമോ? പ്രിയപ്പെട്ട ഗായകൻ കണ്ണൂർ സലിമിക്കയുടെ മക്കളെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞു കാണുന്നു. പാവങ്ങൾ, ആ പെൺകുട്ടികൾ ജീവിച്ചു പൊക്കോട്ടെ. അവരെ വിമർശിച്ചവരെയും അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഇതര മത സഹോദര സ്ഥാപനങ്ങളെയും നവമാധ്യമങ്ങളെയും ഒക്കെ കാണുന്നു. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ കണക്കാം. നീയൊക്കെ മാത്രം ആയിരുന്നില്ല ഇവിടുത്തെ മതങ്ങൾ. നീയൊക്കെ നിലനിൽപ്പിനായി കൊന്നൊടുക്കിയ മതങ്ങളുടെ ചരിത്രങ്ങൾ ഇവിടുത്തെ ലൈബ്രറികളുടെ റാക്കിൽ പൊടിപിടിച്ചിരിപ്പുണ്ട്. അവിടെ ബുദ്ധനും സൗരാഷ്ട്രനും ജൈനനും പാഴ്സിയും പാരശത മനുഷ്യകൂട്ടങ്ങളുടെ എല്ലും കൂടുകൾ കരിഞ്ഞുകൊണ്ട് ഈ ഇന്ത്യയുടെ മണ്ണിൽ കിടപ്പുണ്ട്. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ മനുഷ്യനാകണം, അല്ലെങ്കിൽ അവരെ പോലെ വേരറ്റ് മണ്ണിനടിയിൽ പോകണം. എന്നും എല്ലാവർക്കും ഒരു ചോരയായിരുന്നു എന്ന് മാത്രം, എല്ലാവരും മനുഷ്യരുമാണെന്ന് മാത്രം. ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസിൽ ചോര വേണ്ടപ്പോൾ മഹാഭാരതവുമില്ല, ബൈബിളുമില്ല, ഖുറാനുമില്ല. അപ്പോൾ നീയൊക്കെ ആ ചോരയുടെ നെഗറ്റീവിനെയോ പോസിറ്റീവിനെയോ ഇടയിൽ മതങ്ങൾ ചേർത്തില്ലെങ്കിൽ എന്നേ മണ്ണിനടിയിൽ പോയേനെ. ഇത് വായിക്കുന്ന സുഖിപ്പീര് കോർപ്പറേറ്റുകൾക്ക് ഈ അഭിപ്രായം ഉണ്ടാകുന്നതൊരു ചിരിയാവാം. ഒരു സുനാമി, ഒരു കൊറോണ, അതിനായി പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി. എഴുത്ത് ജയകുമാർ നീലാംബരി. നാട്ടുപട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും സഹകരണവും താല്പര്യവും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ട്. വാർത്ത കുറച്ചുകൂടി സജീവമാക്കണം, സാമൂഹ്യ വിമർശനപരമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഴിമതിക്കും സാമൂഹ്യ വിരുദ്ധതയ്ക്കും എതിരായി നമുക്ക് ഒന്നിച്ചു പോരാടാം. നിങ്ങളുടെ വാർത്തകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളിലേക്ക് അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രണ്ട് ഹ്രസ്വ ചിത്രങ്ങൾ, ഒന്ന് 14 മിനിറ്റുള്ള ആര്, അത് നിങ്ങൾ കാണണം. കുടുംബത്തിനുള്ളിൽ നമ്മുടെ സ്നേഹമാണോ, സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ, അത് ഒരു കുഞ്ഞിൽ നല്ല ശീലങ്ങളാണോ വളർത്തുന്നത്, ശിക്ഷയാണോ, ശിക്ഷിക്കപ്പെടാത്ത, ഒപ്പം നിന്ന് സഹായിക്കണം, എന്താണ് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു 14 മിനിറ്റുള്ള സംഭാഷണങ്ങളില്ലാത്ത ഒരു ആര് എന്ന സിനിമ നിങ്ങളത് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ 24 മിനിറ്റുള്ള സിനിമ മുഖം, അതും നിങ്ങൾ കാണണം. നമ്മൾ ആഗ്രഹിക്കുന്ന, ദൈവങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പം മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഒക്കെ നടക്കുന്നത്. അത് നിങ്ങൾ കാണണം. ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, 2 ചാനലുകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ നമുക്ക് കാണാം. അതുവരെയും നമസ്കാരം.